ഓക്കെ. യെസ്. ഇന്ന് യോഗയും വ്യായാമവും അഭ്യസിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിന്റായി നോട്ട് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ഞാനൊന്ന് പറഞ്ഞു തരാം. ഞാൻ എപ്പോഴും യോഗയും വ്യായാമവും ചെയ്യിപ്പിക്കുന്നത്, അതായത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായാണ്. ഞാൻ തന്നെ ഇതിനെ ലേൺ ഡു ടീച്ച് എന്നതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ. ഞാൻ നിർദ്ദേശം നൽകുന്ന കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായി പറയുന്നത്. ഓക്കെ. അതായത് ഞാൻ യോഗ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന സമയം രാവിലെ 3:30 മുതൽ 7 വരെയാണ്. കാരണം ഈ സമയങ്ങളിൽ ആർക്കും മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിനും ചിന്തകൾക്കും ശരീരത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്ന വ്യക്തി എന്തായാലും ഒരു 4 മണിക്ക് എഴുന്നേക്കും രാവിലെ നേരത്തെ. അപ്പോ അതിനനുസരിച്ചുള്ള സെക്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സമയം എന്ന് പറയുന്നത് 4:45 മുതൽ 5:45 വരെയും 5:55 മുതൽ 6:55 വരെയുള്ള 2 സെഷനാണ് നൽകി വരുന്നത്, അല്ലെ? അപ്പോ ഈ സമയം, എന്റെ സമയം ആദ്യം 4 to 5, 5 to 6 ആയിരുന്നു. പിന്നെ കുറച്ചു പേരുടെ ആവശ്യപ്രകാരം സ്ത്രീകൾക്ക് മാത്രമായിട്ട് 4:45 മുതൽ 5:45 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവർക്ക് എല്ലാവർക്കും 4 മണിക്ക് അല്ലെങ്കിൽ 4:15 എഴുന്നേക്കാൻ പറ്റും. ആ രീതിയിൽ അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മിക്സഡ് ആയ 5:55 മുതൽ 6:55 സെക്കൻഡ് ബാച്ച്. അപ്പൊ അതിൽ സ്ത്രീകളും പുരുഷ. അപ്പോൾ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ യോഗയും വ്യായാമവും വൈകിട്ട് നിർദ്ദേശിക്കുന്നില്ല. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വൈകിട്ട് നമ്മളെല്ലാവരും ജോലി കഴിഞ്ഞും മറ്റൊക്കെ വന്ന് വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും തിരക്കുകളായിരിക്കും, വീട്ടിൽ ഫാമിലി എല്ലാവരും. ആ സമയത്ത് നമുക്ക് യോഗ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ യോഗ ചെയ്യാച്ചുള്ളൂ. നമ്മൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടി വിയോ കണക്ട് ചെയ്യുന്ന സമയത്ത് മക്കൾ വിളിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അമ്മ വിളിക്കുന്നു, ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം റിസൾട്ടാണ് പ്രധാനം. ഒരു ബിസിനസ് തന്നെ ഇത് ഞാൻ കൊണ്ടുപോകാറില്ല. അപ്പോൾ 4:45 മുതൽ 5:45 വരെയോ 5:55 മുതൽ 6:55 അറ്റൻഡ് ചെയ്യുന്നവർക്ക് വീട്ടുകാരുടെ കുട്ടികൾ ആരും ശല്യങ്ങളില്ല. അപ്പൊ ആര് അറ്റൻഡ് ചെയ്യാച്ചാൽ അവർക്ക് മാത്രം, മറ്റു ശബ്ദങ്ങളൊന്നുമില്ല. പുറത്ത് പക്ഷികളുടെ ഒരു ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റൂ. പിന്നെ അമ്പലത്തിൽ നിന്നോ പള്ളികളിൽ നിന്ന് വരുന്ന ബാങ്കോ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുള്ളൂ. സുഖം, നല്ല എനർജിയോട് ചെയ്യാൻ പറ്റും. അത് നല്ല റിസൾട്ട് വരും. ഓക്കെ. അപ്പൊ ഞാൻ നിർദ്ദേശിക്കുന്ന സമയം രാവിലെ 3:30 to 7 മനസ്സിലാവണ്ട. അപ്പൊ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എന്ത് ചെയ്യുന്നു, എപ്പോഴും യോഗ ചെയ്തതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ എഴുന്നേറ്റിരിക്കണം. നേരെ വന്ന് യോഗ മാറ്റിലോ അല്ലെങ്കിൽ പായലോ കിടക്കാനോ നിൽക്കാനോ പാടില്ല. 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ എഴുന്നേറ്റ് ബ്രഷിങ്ങും മറ്റു പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഞാൻ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോ മലമൂത്ര വിസർജനം നടത്തി ദന്തശുദ്ധി വരുത്തിയ ശേഷം യോഗ അഭ്യസിക്കുന്നതാണ് ഉത്തമം. മനസ്സിലായല്ലോ? അത് തന്നെയാണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ ആളുകൾ വരുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് തന്നെ. 15 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കും. 4:45 ഇന്ന് രാവിലെ യോഗ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ 4:30 ആകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കും. 5:55 യോഗ ചെയ്യുന്ന വ്യക്തികൾ ഒരു 5:40 ആകുമ്പോൾ വെള്ളം കുടിച്ചിരിക്കും. ഓക്കെ. പിന്നെ വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ ശുദ്ധമായി ലഭിക്കുന്ന വൃത്തിയും വെടുപ്പുള്ള ഹാളിലോ റൂമിലോ തുറസായ സ്ഥലത്തോ യോഗയും വ്യായാമവും ചെയ്യാം. പിന്നെ വീടൊക്കെ അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് സ്ഥല സൗകര്യം ഒക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും. പറഞ്ഞെന്ന് മാത്രം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6 അടി നീളവും 2 അടി വീതിയും മതി യോഗ മാറ്റ്. അത്രേ വലിപ്പമുള്ളൂ. കുറച്ച് സ്പേസും കൂടി ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ സെഷൻ ആവുകൊണ്ട് കുറച്ച് ഓടും നടക്കുകയൊക്കെ വേണം. അല്ലെങ്കിൽ കുറച്ച് സ്ഥലം കൂടി കണ്ടെത്തിയാൽ മതി. അപ്പോ ഞാൻ പറയല്ലേ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ മറ്റുള്ളവരും വ്യത്യസ്തമായ കുറിച്ചുള്ളത്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച ഒരു ട്രാക്കാണ്, ഒരു യാത്രയാണ്. തിങ്കൾ മുതൽ ശനി വരെ ഒരു ട്രാക്ക് പോലെ പോയിക്കൊണ്ടിരിക്കും. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത് ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിൽ, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ലീവ്, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി യോഗ അഭ്യസിക്കാം എന്ന് യോഗാചാര്യന്മാർ പറയുന്നതും ഞാനത് പറയുന്നില്ല. കാരണം നമ്മൾക്ക് സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. അതൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം, അത് പ്രശ്നമില്ല. നിലത്ത് പായ അല്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം യോഗ അഭ്യസിക്കാൻ. യോഗയായാലും വ്യായാമമായാലും വെറും നിലത്ത്
ചെയ്യാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ലൂസായ അയഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ ഡ്രസ്സ് ആയിരിക്കണം. ഭക്ഷണം എന്നാണ് സോറി. പിന്നെ വളരെ ശ്രദ്ധാപൂർവം വേണം അഭ്യസിക്കാൻ. തുടക്കക്കാർക്ക് ആദ്യത്തെ ഒരാഴ്ച കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അവരുടെ കാലുകളും കൈകളും ശരീരമൊക്കെ ഒന്ന് വഴഞ്ഞു വരാൻ. പിന്നെ എന്നോട് പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വരാറുണ്ട്. അവർക്ക് പിന്നെ കുഴപ്പം. എന്നാലും എന്തായാലും ആദ്യത്തെ ഒരാഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാലുകളിൽ ആദ്യത്തെ 3-4 ദിവസം കൈയും കാലും ശരീരമൊക്കെ ഒരു പെയിൻ, ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും. അതൊന്നും കറിയാക്കണ്ട. അതൊക്കെ അപ്പം എന്നോട് പറയുമ്പോൾ അത് കൃത്യമായ സൊല്യൂഷൻ തരും. യോഗയുടെ അവസാനം എപ്പോഴും ശവാസനത്തിൽ കിടന്നിരിക്കണം. 2 കാലുകളും 2 കൈകളും വിടർത്തി നികത്തി വെച്ച് നമ്മൾ കിടക്കും, ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമാണ്. അപ്പോൾ ശവാസനത്തിലാണ് എപ്പോഴും യോഗ അവസാനിപ്പിക്കേണ്ടത്. മനസ്സിലുണ്ടോ? പിന്നെ ചെറിയ തുടക്കത്തിൽ എന്താ പറയാ, ലളിതാസനങ്ങൾ, മധ്യാസനങ്ങൾ, എന്താ പറയാ, മധ്യമാസനങ്ങളും അങ്ങനെ ചെറിയ ആസനങ്ങൾ. അപ്പൊ ഞാൻ എപ്പോഴും ഇതിനെ തുടക്കത്തിൽ എന്ന് ശ്രദ്ധിച്ചു അറിയാം. വാമപ്പ്, സ്ട്രക്ചർ, ലൂസൻ എക്സസൈസ്, ജോഗിങ്, ഇതൊക്കെ ശേഷമാണ് ഈ യോഗയിലേക്ക് കയറാറുള്ളത്. ഒറ്റയടിക്ക് വന്ന് സൂര്യ നമസ്കാരം ചെയ്യിക്കാറില്ല, അല്ലെങ്കിൽ വേറെ ആസനാസനം ചെയ്യിക്കാറില്ല. അപ്പം ഞാൻ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ലേൺ ടു ടീച്ചിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. ബുക്കുകൾ വായിക്കുന്നു, മറ്റു കുറെ കാര്യങ്ങൾ കാണുന്നു, ഇപ്പോഴും ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഒരുപാട് ഡോക്ടേഴ്സ് നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളോട് ഒരുപാട് ഡോക്ടേഴ്സ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അവർ നമുക്ക് സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ യോഗയുടെ മറ്റു കഠിന വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ല. കഠിനമായിട്ട് ഒരു വ്യായാമം ഞാൻ ചെയ്യിക്കുന്നില്ല. കാരണം ഞാനൊരു വ്യക്തിയെ മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ മാനസിക ചിന്ത, ശാരീരിക ആരോഗ്യ പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കി അവർക്കനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും രാവിലെ ചെയ്യാം, അപ്പൊ പ്രശ്നമല്ലോ. കാരണം ഭക്ഷണത്തിന് ശേഷം 3 മണിക്കൂർ ശേഷം യോഗ ചെയ്യാൻ പാടും. എന്റെ സെഷനിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അവിടെ ഒരു കുഴപ്പമില്ല. ചിലർക്ക് 11 to 12, അല്ലെങ്കിൽ 2 to 3, 4 to 5 to 7 ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് മുമ്പ് തന്നെ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് 7:00 നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കത് പ്രശ്നങ്ങളല്ലേ. എപ്പോഴും ലഘു ഭക്ഷണങ്ങൾക്ക് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞും, അത് ഞാൻ പറയുന്നു മാറ്റോ, പ്രധാന ഭക്ഷണത്തിന് ശേഷം 3 മണിക്കൂർ ശേഷം യോഗ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ വൈകിട്ട് 7:30 ഒരു വ്യക്തി ഡിന്നർ കഴിച്ചു, രാത്രി യോഗ ചെയ്യണ്ടെങ്കിൽ 10 മണി ശേഷം ചെയ്യാൻ പാടും. അപ്പൊ 3 മണിക്കൂർ ഗ്യാപ്പ് വേണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇടയ്ക്ക് വെച്ചോ അസുഖം മൂലമോ മറ്റു യോഗം മൂലം യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ യോഗ 1 മണിക്കൂർ സെഷനാണ്. ഉദാഹരണം എക്സാമ്പിൾ 4:40 to 5:45. ഉദാഹരണം 5:15 ആകുമ്പോൾ നമുക്ക് ഏകദേശം തലതിരിയുക, അല്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് തോന്നിച്ച് നിർത്തുക, ഒരു കുഴപ്പമില്ല. അത് റിലാക്സ് ചെയ്യാം, പിറ്റേ ദിവസം ഫുഡ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പലർക്കും ഇത് തുടങ്ങിയിട്ട് 10 ദിവസം പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? പിന്നെ രോഗികൾ, എന്തെങ്കിലും അസുഖമുള്ളവർ യോഗയുടെ എക്സ്പേർട്ടുകളോട്, നല്ല ട്രെയിനേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരമായിരിക്കണം യോഗയും വ്യായാമം ചെയ്യേണ്ടത്. അതിപ്പോ യോഗ ചെയ്യുകയാണെങ്കിലും വ്യായാമം ചെയ്യുകയാണെങ്കിലും ജിമ്മിൽ പോവാൻ, സുംബയ്ക്ക് പോവാൻ, എന്തുണ്ടെങ്കിലും ഡോക്ടർ നിർദ്ദേശപ്രകാരമായിരിക്കണം. മനസ്സിലാവുണ്ടോ? പിന്നെ ഗർഭിണികൾ, അവർക്ക് വിധിച്ചിട്ടുള്ള ആസനങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് നല്ലൊരു ട്രെയിനറോടോ അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഗർഭിണികൾ യോഗ ചെയ്യാൻ പാടുകയുള്ളൂ. ഓക്കെ. പിന്നെ എന്താ, ലഹരി പദാർത്ഥം ഉപയോഗിച്ച് യോഗ ചെയ്താൽ കാര്യം ഫലം ലഭിക്കില്ല. ലഹരി പദാർത്ഥം ആരും ഉപയോഗിക്കുന്നില്ലല്ലോ, രാവിലെ ഒന്നും ആരും ഉപയോഗിക്കില്ല. അപ്പൊ അങ്ങനെ യോഗ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ യോഗ ദിനചര്യയുടെ ഭാഗമാക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യോഗ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം. എന്നും രാവിലെ 1 മണിക്കൂർ, ഒരു മാസം 30 ദിവസമാണല്ലോ, ഒരു 20 ദിവസം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തൂടെ? സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്കതിൽ മൈൻഡും തോട്ടും ബോഡി ഹെൽത്തും നമ്മൾ നല്ല എനർജിയായി മാറും. അതിന് സമയം കണ്ടെത്താം, മറ്റു കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താം. അപ്പോൾ യോഗയും വ്യായാമവും നിങ്ങൾ ജീവിതത്തിന് ദിനചര്യയായി മാറ്റാം. ആദ്യം വഴങ്ങുന്ന രീതിയിൽ ആസനങ്ങൾ അഭ്യസിച്ചു തുടങ്ങുക. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ നിന്ന് പതുക്കെ ശരീരം വഴങ്ങി പതുക്കെ ഇങ്ങനെ വരും. പിന്നീട് പതുക്കെ ഗ്രാജുവലി ക്ലിയർ ആയി വരും. മനസ്സിലല്ലോ? നമ്മുടെ തുടക്കവും അവസാനം ഒരു പ്രത്യേക സെഷൻ പോലെ അവസാനിപ്പിക്കാം. എന്റെ സമയം എന്നൊന്ന് കൃത്യം വ്യക്തം സത്യമാണ് എന്ന് പറയാം. കറക്റ്റ് 4:44 ലോഗിൻ ചെയ്യാൻ പറഞ്ഞാൽ 4:40 ലോഗിൻ ആയിരിക്കണം. 45 മുതൽ 5:40 കൃത്യം അവസാനിക്കും. രണ്ടാമത്തെ സെഷൻ 5:50 ലോഗിൻ ചെയ്ത 5:55 മുതൽ 6:55. അത് ഇന്ന് വരെ ഈ വീഡിയോ ചെയ്യുന്നവരെയും തുടങ്ങിയിട്ടില്ല. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഓക്കെ. അപ്പോൾ ജീവിതത്തിന്റെ ഒരു ദിനചര്യയായി മാറ്റുക യോഗയും വ്യായാമവും. അപ്പോൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ കാണുന്ന ഒരുപാട് പേര് ഇത് എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്.
ഇത് കാണുന്ന ആളുകളും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്ത് അവർ ജോയിൻ ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പോൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുകൾ വീണ്ടും വരും. താങ്ക് യു.